ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര ഹൈപ്പറായിട്ടുള്ള ചെറുപ്പക്കാരൻ. മ്യൂസിക്കാണ് അയാളുടെ ലൈഫിലെ ഏറ്റവും വലിയ പാഷൻ. ബട്ട് ആക്സിഡൻ്റലി അയാളൊരു അധ്യാപകനായി മാറും. ഇതേത് സിനിമയിലത്തെ കഥയാണെന്നല്ലേ? DNS ഫ്ലിക്സ് പ്രസൻസ് ഫ്ലിക്സ് ഡ്രോപ്പ് നമ്പർ 1, സ്കൂൾ ഓഫ് റോക്ക്. ഈ സിനിമയിലെ നായകൻ തൻ്റെ മ്യൂസിക് ബാൻഡിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അങ്ങനെ റെൻ്റ് അടയ്ക്കാൻ പോലും ക്യാഷില്ലാതെ പുള്ളി നടക്കുക. ആ സമയത്താണ് ഒരു സ്കൂളിലൊരു വേക്കൻസി കാണുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, പുള്ളി നേരെ സ്കൂളിൽ പോകുന്നു, അവിടുത്തെ അധ്യാപകനാകുന്നു. പഠിപ്പിക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് പുള്ളിയെ കാര്യം തിരിച്ചറിയുന്നത്. തന്നെ പോലെ തന്നെ തൻ്റെ ക്ലാസ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഹൈലി പാഷനേറ്റും ഹൈലി ടാലൻറ്റഡാണ്. നല്ല കഴിവും പാഷനും ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഒരുമിച്ച് വന്നാണ് സംഭവിക്കുക. പിന്നെ കളി മാറും. പുള്ളി അവരെ മ്യൂസിക് അങ്ങോട്ട് പഠിപ്പിച്ചു. നമ്മുടെ ശാസ്ത്രീയ സംഗീതമൊന്നുമല്ല, നല്ല അസൽ റോക്കും മെറ്റലും. പുള്ളി ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം പിള്ളേർ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഫെയിമും കൂടി. ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാറില്ലേ? അതുകൊണ്ട് തന്നെ മറ്റധ്യാപകർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും നല്ല ഈഗോ അടിച്ചു. അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഈഗോ ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്ത് ഇവർ സക്സസ് ആവുമോ അതോ ഫെയിലിയർ ആവുമോ? അതാണ് പടത്തിൻ്റെ കഥ. സ്കൂൾ ഓഫ് റോക്ക് റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് സ്കൂളുകളും കോളേജുകളും അവരുടെ ടീച്ചിങ് പാറ്റേൺ മൊത്തത്തിൽ മാറ്റുകയും സ്കിൽ ഡെവലപ്മെൻറ്റിലുള്ള ഒരുപാട് സെഷൻസ് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമകളിലെ വയലൻസ് മാത്രം തെരഞ്ഞു പിടിച്ചാണ് ഇൻസ്പയർ ആവുകയും അതിനെ മാത്രം കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്ര നന്നായനെ അല്ലേ? സോ കഴിയുമെങ്കിൽ ഈ സിനിമ കണ്ടു നോക്കുക. കിട്ടിലം പടമാണ്. വെയിറ്റ് നിങ്ങളുടെ ഓരോ കമൻറ്റും ഷെയറും ഫോളോയും ഇതൊക്കെയാണ് എന്നെ വളർത്തുന്നത്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഫോളോ DNS Flix. See you in the next video.